വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ളതായി തീരണം എന്ന നിലക്കാണ്. നിങ്ങളെല്ലാം ഇവിടെ വന്നത് ഒരു വിനോദയാത്ര ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ഏതെങ്കിലും കാര്യങ്ങൾ കണ്ട് ആനന്ദിക്കുവാൻ വേണ്ടിയല്ല. സർവലോക പരിപാലകനായ റബ്ബുൽ ആലമീനിന്റെ മഹത്വമേറിയ ആദർശത്തെ കേൾക്കുവാനും കാണുവാനും അവയെ സംബന്ധിച്ച് ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ആലോചിക്കുവാനും സംശയങ്ങൾ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി അതിന് നിവാരണം കണ്ടെത്തുവാനും ജീവിതം എന്തിനാണെന്ന് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവരവരുടെ ക്യാമ്പസുകളിലേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു പ്രത്യേകമായ പിരിഞ്ഞുപോക്കിന്റെ ഈ വേളയിൽ പ്രിയമുള്ളവരെ, അറിഞ്ഞിട്ടുള്ള മഹത്തായ ഒരാശയം, നമ്മുടെ പിരിഞ്ഞുപോക്ക് സമാധാനത്തിന്റെ പിരിഞ്ഞുപോക്കായിരിക്കണം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സമാധാനമുള്ള സന്തോഷമുള്ള സമയമാകണം. എപ്പോൾ അള്ളാഹുവിന്റെ വിളിയാളമുണ്ടായാലും ആ വിളിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സുമായി നല്ല നല്ല കാഴ്ചകൾ അള്ളാഹുവിന്റെ മലക്കുകൾ കാണിക്കുന്നത് കണ്ടുകൊണ്ട് ആ മലായിക്കത്തുകൾ നമ്മോട് നല്ല നല്ല രൂപത്തിലുള്ള സന്തോഷത്തിന്റെ വാക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് കണ്ണിറയെ സ്വർഗീയമായ സൗഭാഗ്യത്തിന്റെ ചിന്തകൾ മനസ്സുകളിൽ കൊണ്ടുവന്നുകൊണ്ടും കണ്ടുകൊണ്ടും ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ സാധിക്കണം എന്ന ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ ആഗ്രഹം. ആ ആഗ്രഹം സാധാരണക്കാരായ ജനങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് വെച്ച് പുലർത്തിയത്. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അറിയില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, എന്റെ അനുജന്മാർക്കറിയില്ലേ, അനിയത്തിമാർക്കറിയില്ലേ? ആ മഹാനായ പ്രവാചകൻ അള്ളാഹുവിന്റെ അത്യുന്നതമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതനായി വൈജ്ഞാനിക നഭോമണ്ഡലത്തിലെ ഒട്ടേറെ പ്രശസ്തമായ മേഖലകളിലേക്ക് കുതിച്ചുയരാൻ ആ കാലഘട്ടത്തിലെ ഒരാൾക്കും എത്തിപ്പെടാൻ സാധിക്കാത്തത്ര വൈജ്ഞാനികമായ ഒരു ലോകത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ച മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വിദ്യ തനിക്ക് ധാരാളമായി കിട്ടി എന്ന ഘട്ടമെത്തിയപ്പോൾ ഒരിക്കലും അഹങ്കരിക്കാതെ ഉന്നതമായ രൂപത്തിലുള്ള വൈജ്ഞാനിക രംഗത്തേക്ക് എനിക്ക് കാലെടുത്ത് വെക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന രൂപത്തിലുള്ള നെഗളിപ്പ് പ്രകടിപ്പിക്കാതെ കൂടുതൽ കൂടുതൽ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനായ ആ പ്രവാചകൻ റബ്ബിനോട് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യങ്ങളിൽ വളരെ പ്രസക്തമായതും പ്രസിദ്ധമായതും റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ ഒരാൾക്കും നൽകപ്പെടാത്ത വൈജ്ഞാനികമായ അത്യുന്നതങ്ങളിലേക്ക് പറന്നുയർന്നപ്പോഴും വിനയം കൊണ്ട് തുടിക്കുന്ന ഹൃദയവുമായി കൊണ്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, അധികാരത്തിന്റെ ചെങ്കോല് നീ എനിക്ക് തന്നിട്ടുണ്ട്, വൈജ്ഞാനികമായി ഒട്ടേറെ രൂപത്തിലുള്ള വിജ്ഞാനത്തിന്റെ മുത്തുകൾ നീ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, നീയാണ് എന്റെ രക്ഷകൻ. ദുന്യാവിലും ആഖിറത്തിലും നീയാണ് എന്റെ രക്ഷകൻ. നിന്നിലാണ് എന്റെ പ്രതീക്ഷ. എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ ചോദ്യം, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നോടും എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മുസ്തവഫനി മുസ്ലിമാനി, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. നല്ലവരുടെ കൂടെ എന്നെ നീ ചേർക്കണമേ നാഥ. ആ ഒരു ചോദ്യം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചെങ്കിൽ, ഓ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടത് ചോദിച്ചു? ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ അന്തിമമാണ് പരിഗണിക്കപ്പെടുന്നത്. അതാണ് പരിഗണിക്കപ്പെടുന്ന ഏക വിഷയം. എന്താണ് ഒരു മനുഷ്യന്റെ അന്ത്യം? എങ്ങനെ സംഭവിച്ചു? അയാൾ എങ്ങനെ മരിച്ചുപോയി? അയാൾ ഈ ലോകത്ത് നിന്ന് എങ്ങനെ വിട പറഞ്ഞു? മുസ്ലിമായി മരിക്കാൻ അയാൾക്ക് സാധിച്ചുവോ?
അതോ കാഫിറും ഫാസിഖും തെമ്മാടിയും കുറ്റവാളിയുമായി കൊണ്ടാണോ ഈ ഭൂമുഖത്തു നിന്ന് പിരിഞ്ഞുപോയത്? അതറിയുവാൻ ഒരു നിവൃത്തിയും ഈ ലോകത്തില്ല. അതിന് സർവശക്തനായ റബ്ബിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതിനുള്ള മാർഗം അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് നല്ല നല്ല വാക്കുകൾ കേട്ട് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്തിന്റെ അവസാന സമയം ഏറ്റവും സന്തോഷമുള്ള ആനന്ദമുള്ള നേരമാക്കി മാറ്റണോ? അല്ലാഹു പറയുന്ന ഒരു ഒറ്റമൂലിയുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമൂ പിന്നീട് ആ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അങ്ങ് ശുദ്ധീകരിച്ച് പറഞ്ഞ വാക്കിനോട് കൂറ് പുലർത്തിക്കൊണ്ട് എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന പ്രഖ്യാപനത്തോട് 100% നീതി പുലർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെയുള്ള മേഖലകളെ ഇസ്തിഖാമത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആർക്ക് സാധിക്കുന്നുവോ തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയത്ത് ആ മനുഷ്യന്റെ അരികിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. മരണത്തിന്റെ നേരത്ത് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച കൂടുകയാണ്, കണ്ണടച്ച് കിടക്കുകയാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ. അവൻ പക്ഷേ ഈ ഭൗതികമായ ലോകത്തു നിന്നുള്ള യാത്രയിലാണ്. ആഖിറത്തിലേക്കുള്ള യാത്രയിലേക്ക് അവൻ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ചുറ്റുഭാഗത്തുള്ളവര് കാണുന്നതല്ല മരണനേരത്തൊരു മനുഷ്യൻ കാണുന്നത്, ചുറ്റുഭാഗത്തുള്ളവർ കേൾക്കുന്നതല്ല മരണനേരത്തൊരു മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ലോകത്തെ കാണുകയാണ്. ഇന്ന് വരെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല, ഇന്ന് വരെ അവരുടെ വോയിസ് ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല, അവരുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മരണത്തിന്റെ നേരത്ത് മലക്കുകൾ ഇറങ്ങി വരികയാണ്. നാം നോക്കുന്ന ദൂരത്ത് മുഴുവനും കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ട്. അത് മുസ്ലിമാണെങ്കിൽ നല്ല കാഴ്ചകളുമായിട്ടാണ് അവർ വന്നത്. കാഫിറോ ഫാസിഖോ ഒക്കെയാണെങ്കിൽ, തെമ്മാടിയായവനാണെങ്കിൽ, പാപിയാണെങ്കിൽ, മോശപ്പെട്ട ഭീകരവും ബീഭത്സവുമായ രംഗങ്ങളെ നേരിട്ട് കാണുന്ന നേരമാണത്. അത്തരത്തിലുള്ള ശബ്ദം കേൾക്കുന്ന സമയമാണത്. ആ നേരത്ത് അല്ലാഹു പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് പറയുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളവർ മരണത്തിന്റെ ആ വേർപാടിന്റെ നേരത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി അവരിൽ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളെ കണ്ട് ഭയപ്പെടണ്ട, വലാ തഹ്സനൂ, ദുനിയാവിൽ നിന്ന് പിരിയുന്ന കാര്യമോർത്തുകൊണ്ട് സങ്കടപ്പെടണ്ട, ദുഃഖം വേണ്ട, സങ്കടം വേണ്ട, സന്തോഷിച്ചോളൂ. അബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം നൽകപ്പെട്ടിട്ടുള്ള സ്വർഗലോകം, അതേ സൗകര്യങ്ങളുടെ ലോകം, യാതൊരു രൂപത്തിലുള്ള വിഷമങ്ങളുമില്ലാത്ത ലോകം, ആനന്ദങ്ങളുടെ ലോകം, സജ്ജീകരണങ്ങളുടെ ലോകം, യാതൊരു രൂപത്തിലുള്ള വൈഷമ്യങ്ങളും പകയും വിദ്വേഷവുമില്ലാത്ത സമാധാനത്തിന്റെയും ശാന്തിയുടെയും ലോകം. ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ മലക്കുകൾ വരും എന്ന് പറയുമ്പോ മറിച്ചൊരു ഈ ഭാഗത്തിന്റെ അടുക്കൽ റബ്ബുവിന്റെ മലായിക്കത്തുകൾ വരുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു അയ്ദീഹിം അഖ്രിജൂ അൻഫുസകും, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള, തെമ്മാടിത്തം കാണിച്ചിട്ടുള്ള, തോന്നിയതുപോലെ ജീവിതം നയിച്ചിട്ടുള്ള, ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നു എന്ന് ചിന്തിക്കാതെ പോയ, എവിടെ നിന്ന് ഞാൻ വന്നു, ഇനി എങ്ങോട്ട് ഞാൻ പോകണം എന്ന് ആലോചിക്കാതെ, ജീവിതം എന്നത് അടിച്ചു പൊളിക്കാനുള്ളതാണ്,
സുഖങ്ങളുടെ ലോകമാണ്. മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം ഇപ്പോഴായിട്ടില്ലാത്ത ഒരു ലോകത്തെ കാണുകയാണ്. ഇന്ന് വരെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല. ഇന്ന് വരെ അവരുടെ വോയിസ് ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല. അവരുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മരണത്തിന്റെ നേരത്ത് മലക്കുകൾ ഇറങ്ങി വരികയാണ്. നാം നോക്കുന്ന ദൂരത്ത് മുഴുവനും, കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ട്. അത് മുസ്ലിമാണെങ്കിൽ നല്ല കാഴ്ചകളുമായിട്ടാണ് അവർ വന്നത്. കാഫിറോ ഫാസിഖോ ഒക്കെയാണെങ്കിൽ, തെമ്മാടിയായവനാണെങ്കിൽ, പാപിയാണെങ്കിൽ, മോശപ്പെട്ട ഭീകരവും ബീഭത്സവുമായ രംഗങ്ങളെ നേരിട്ട് കാണുന്ന നേരമാണത്. അത്തരത്തിലുള്ള ശബ്ദം കേൾക്കുന്ന സമയമാണത്. ആ നേരത്ത് അല്ലാഹ് പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് പറയുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളവർ മരണത്തിന്റെ ആ വേർപാടിന്റെ നേരത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി അവരിൽ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളെ കണ്ട് ഭയപ്പെടണ്ട, വലാ തഹ്സനൂ, ദുനിയാവിൽ നിന്ന് പിരിയുന്ന കാര്യമോർത്തുകൊണ്ട് സങ്കടപ്പെടണ്ട, ദുഃഖം വേണ്ട, സങ്കടം വേണ്ട, സന്തോഷിച്ചോളൂ. അബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം നൽകപ്പെട്ടിട്ടുള്ള സ്വർഗലോകം, അതേ സൗകര്യങ്ങളുടെ ലോകം, യാതൊരു രൂപത്തിലുള്ള വിഷമങ്ങളുമില്ലാത്ത ലോകം, ആനന്ദങ്ങളുടെ ലോകം, സജ്ജീകരണങ്ങളുടെ ലോകം, യാതൊരു രൂപത്തിലുള്ള വൈഷമ്യങ്ങളും പകയും വിദ്വേഷവുമില്ലാത്ത സമാധാനത്തിന്റെയും ശാന്തിയുടെയും ലോകം. ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങള് വന്നത്. ഞങ്ങള് നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരും എന്ന് പറയുമ്പോ, മറിച്ചൊരു ഈ ഭാഗത്തിന്റെ അടുക്കൽ റബ്ബുവിന്റെ മലായിക്കത്തുകൾ വരുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു അയ്ദീഹിം അഖ്രിജൂ അൻഫുസകും. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള, തെമ്മാടിത്തം കാണിച്ചിട്ടുള്ള, തോന്നിയതുപോലെ ജീവിതം നയിച്ചിട്ടുള്ള, ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നു എന്ന് ചിന്തിക്കാതെ പോയ, എവിടെ നിന്ന് ഞാൻ വന്നു, ഇനി അങ്ങോട്ട് ഞാൻ പോകണം എന്ന് ആലോചിക്കാതെ, ജീവിതം എന്നത് അടിച്ചു പൊളിക്കാനുള്ളതാണ്, സുഖങ്ങളുടെ ലോകമാണ്, മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം ഇപ്പോൾ ആസ്വദിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണെന്ന ചിന്തയോടെ വളരെയേറെ ധിക്കാരത്തോടെ ജീവിച്ചവൻ, അവന്റെ മരണത്തിന്റെ വേളയിൽ മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. സന്തോഷത്തിന്റെ വാക്കുകളുമായിട്ടല്ല. വൽ മലായികതു ബാസിതു അയ്ദീഹിം, അവരുടെ കരങ്ങൾ നിവർത്തി പിടിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നുണ്ട്, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിൽ ആ മലക്കുകൾ അടിക്കുന്നുണ്ട്, പ്രഹരിക്കുന്നുണ്ട്, അവരുടെ പുറഭാഗങ്ങളിൽ പ്രഹരിക്കുന്നുണ്ട്. അഖ്രിജൂ അൻഫുസകും, ഇറങ്ങടാ പുറത്തേക്കെന്ന് ആക്രോശത്തോടുകൂടി അവന്റെ ആത്മാവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന അത്യന്തം ദയനീയമായ ദുഃഖകരമായ ഒരു രംഗത്തെയും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്നോടെന്ന പോലെ ഉണർത്താനുള്ളത്, ഈ രണ്ട് വിട പറയലിൽ ഏത് നമുക്ക് വേണം, ഏത് നമ്മൾ തെരഞ്ഞെടുക്കണം? ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നത്. അത് തെരഞ്ഞെടുത്ത തീരുമാനത്തിന്റെ സന്തോഷവുമായിട്ടാണ് നിങ്ങൾ പിരിഞ്ഞു പോകുന്നത്. അതെ, എനിക്ക് മുഅ്മിനായി മരിക്കണം, മുസ്ലിമായി ജീവിക്കണം, അല്ലാഹുവിലേക്ക് എനിക്ക് ക്ഷണിക്കണം, അതേ രൂപത്തിൽ എനിക്ക് ജീവിക്കണം, അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹു പറയുന്നു, വമൻ അഹ്സനു, ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? വമൻ അഹ്സനു ഖൗലാ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ റബ്ബിലേക്കുള്ള ക്ഷണം, ക്ഷണിക്കുന്നവരും ക്ഷണിക്കപ്പെടുന്നവരെ പോലെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ പോരാ. വഅമില സാലിഹാ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവൻ. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഒരു അപകർഷതാബോധവും തീണ്ടാതെ
ഏത് പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും പ്രതികൂല സാഹചര്യങ്ങൾക്ക് നടുവിലൂടെ നീന്തേണ്ടി വന്നാലും മുന്നോട്ട് പോകേണ്ടി വന്നാലും ഞാനൊരു മുസ്ലിമാണെന്ന ബോധം മറക്കാതെ അത് പ്രവർത്തനത്തിലും വാക്കിലും പ്രകടിപ്പിച്ചുകൊണ്ട് വഖാല അവൻ പറയുന്നു ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. അതേ പറയുന്നു, പ്രഖ്യാപിക്കുന്നു, അത് ജീവിതത്തിൽ പകർത്തുന്നു, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി സംസാരിച്ചപ്പോൾ പലരുടെയും വാക്കുകളിൽ നിന്ന് കിട്ടിയ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ. പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഞങ്ങൾ, പ്രയാസങ്ങൾക്ക് നടുവിലാണ് ഞങ്ങൾ. നന്നാവണം എന്ന ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഇനി ജീവിക്കൂ എന്ന പ്രതിജ്ഞയുണ്ട്. പക്ഷേ തിരിച്ചു ചെല്ലുന്നത് പഴയ ക്യാമ്പസിലേക്കാണ്. ഞങ്ങളെങ്ങനെ പിടിച്ചു നിൽക്കും? ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ലഹരി നുരയുന്ന ക്യാമ്പസുകളാണ്. അവിഹിതമായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന സർവ്വരൂപത്തിലുള്ള കാര്യങ്ങളും പത്തി നിവർത്തിയാടുന്ന ക്യാമ്പസുകളാണ്. ഇവക്കിടയിൽ ഞാനൊറ്റയ്ക്ക് എങ്ങനെ പിടിച്ചു നിൽക്കും? എനിക്കെങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന ചോദ്യം, ആ ചിന്ത, ആ സംശയം എന്റെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് നാം വലിയ ഒരു ജിഹാദിലാണ്. ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്ന് പോരാടുന്നവനല്ലേ ഏറ്റവും ധീരമായ ജിഹാദ് നിർവഹിക്കുന്നത്. ആരുടെയും ഇടയിൽ ഇറങ്ങാതെ ഒറ്റക്കൊരു സ്ഥലത്ത് ഇരിക്കുന്നവനല്ല. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിന്റെ ഒരുപാട് അധാർമികതകളെ കണ്ടുകൊണ്ട് അവയ്ക്ക് നടുവിലും ഞാനൊരു മുസ്ലിമാണെന്ന നിലക്ക് പിടിച്ചു നിൽക്കുവാനുള്ളവരും മനക്കരുത്ത്. അത് കിട്ടാൻ എന്താണ് വേണ്ടത്? ഒന്നാമതായി നമ്മുടെ റബ്ബ് അത് നമുക്ക് തരണം. അത് നമ്മുടെ റബ്ബ് തന്നേ പറ്റൂ എന്ന നിലക്ക് വാശി പിടിച്ച് കുഞ്ഞുങ്ങൾ ഉമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് കിണുങ്ങി കരയും പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിനോട് അത് ചോദിച്ചു കൊണ്ടിരിക്കണം. റബ്ബേ, എനിക്ക് നന്നാവണം. ഹൃദയം എന്ന് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. അതിന്റെ പേര് തന്നെ ഖൽബാണ്. മാറ്റങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിനത്തെ പ്രോഫ്കോണിന്റെ വേദിയിൽ ഇരുന്നപ്പോ പ്രതിജ്ഞ എടുത്തു പോയി, റബ്ബേ ഞാൻ നന്നാവും, എനിക്ക് നന്നാവണം. പക്ഷേ പഴയ സാഹചര്യങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോ പലതും നമ്മെ മാടി വിളിക്കുകയാണ്, പലതും നമ്മെ കാത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? റഹ്മാനായ റബ്ബിനോട് കരഞ്ഞു പറയൂ പ്രിയപ്പെട്ട അനുജന്മാരെ, കരഞ്ഞു പറഞ്ഞോളൂ പ്രിയപ്പെട്ട അനിയത്തിമാരെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ വ്യത്യസ്തമായ വികാരങ്ങൾ ഇങ്ങനെ മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. റബ്ബേ, അത് നിന്റെ കൈകളിലാണ് എന്റെ ഹൃദയം മുഴുവനും. അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. അലാ ദീനിക, നിന്റെ ആദർശത്തിൽ. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി ഇലാ ത്വാഅതിക, നിനക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം എന്റെ ഹൃദയത്തെ നീ തിരിച്ചു വിട്ടു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യം വേണ്ടത്. ആ പ്രാർത്ഥന മാത്രം പോരാ, അതിനനുസരിച്ച് ആ പ്രാർത്ഥനയെ സാർത്ഥകമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് വേണം. അതിനെന്ത് വേണം? സാഹചര്യങ്ങളോട് എതിരിട്ട് നിന്നുകൊണ്ട് പോരാടണം. ആ പോരാട്ടത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നമുക്ക് തന്ന ചില പവറുകളുണ്ട്. ആ പവറുകളാണ് ദിക്റുല്ലാഹ്, നമ്മുടെ മനസ്സിനെ നന്നായിട്ട് പിടിച്ചു നിർത്തുവാനുള്ള പവർ. ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിമായ എന്നെ സർവലോക പരിപാലകനായ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന പ്രഖ്യാപനം, അത് പ്രഖ്യാപിക്കുന്നവർ ക്യാമ്പസിൽ പലരെയും നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിന് പ്രയാസമില്ല. സുമ്മസ്തഖാമൂ,
അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കലാണ് പ്രയാസം. അതാണ് ഇതൊക്കെ ജീവിതത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുത്തിട്ടുള്ള ഇസ്ലാമികമായ നമ്മുടെ ഈ കരുത്തുണ്ടല്ലോ, ഈ കരുത്ത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരണം. അത് പകരാനാണ് ക്യാമ്പസുകളിൽ ഇനി നമ്മൾ പണിയെടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ വന്നു, 3 ദിവസം പലതും കേട്ടു. തൗഹീദ് കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ വിശദവിവരങ്ങൾ ഗുരുനാഥന്മാരിൽ നിന്ന് നിങ്ങൾ കേട്ടു. എന്തുകൊണ്ട് ശിർക്ക് മാരകമാണെന്ന് കേട്ടു. എന്തുകൊണ്ട് ഖബറാരാധന ശിർക്കാണ്, എന്തുകൊണ്ട് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, അത് കൃത്യമായി മനസ്സിലാക്കി. സുന്നത്തുകൾ മനസ്സിലാക്കി. ബിദ്അത്തുകൾക്കെതിരെ ജാഗ്രതയിലായി, അധാർമികതകൾക്കെതിരെ ജാഗ്രതയിലായി, തിന്മകൾക്കെതിരെ പടപൊരുതുവാനുള്ള പ്രത്യേകമായ ആവേശം നിങ്ങൾ കൈമുതലാക്കി ഏറ്റെടുത്തു. പക്ഷേ അത് നമുക്ക് സ്വന്തം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാനുള്ളതല്ല. ആ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ഇനി നമ്മൾ ചെന്ന് കയറുന്ന ക്യാമ്പസിൽ പ്രസരിപ്പിക്കാനുള്ളതാണ്. അപാരമായ ക്ഷമ വേണം, അപാരമായ ധൈര്യം വേണം. കാരണം നിങ്ങളെ മാറിയിട്ടുള്ളൂ. 3 ദിവസം ഇവിടെ ഇരുന്ന് കേട്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ക്യാമ്പസ് കേട്ടിട്ടില്ല. നിങ്ങളുടെ ഹോസ്റ്റലിലെ റൂമിലെ മറ്റു താമസക്കാര് കേട്ടിട്ടില്ല. നിങ്ങൾ പലരും അറിയാതെ നിങ്ങളുടെ വീട്ടുകാർ പോലും കേട്ടിട്ടില്ല. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാൻ പഠിക്കുന്ന ക്യാമ്പസിൽ ഈ സത്യത്തിന്റെ പ്രസരണം നടക്കാൻ എനിക്കെന്ത് ചെയ്യാനാകുമെന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവര് പിരിഞ്ഞു പോകേണ്ടത്. ആ ചോദ്യം വരുമ്പോ എന്റെ പല സുഹൃത്തുക്കളും ചോദിച്ചത്, എങ്ങനെ സാധിക്കും? ഒരു ക്യാമ്പസിൽ ഒറ്റയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും, ഒരു ക്ലാസ് നടത്താനുള്ള സംവിധാനമോ ഒരു ക്ലാസ് റൂമിയോ തരാനോ ആരുമില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ചെയ്യാൻ ഒട്ടേറെയുണ്ട്. നിങ്ങൾ ഒറ്റക്കാണ് ഒരു ക്യാമ്പസിലാണെങ്കിലും, ഓ സഹോദരി സഹോദര, ഒറ്റക്കാണെങ്കിലും ഒരു CD തന്റെ സഹോദരന് കൊടുത്തുകൂടെ? ഒരു ലഘുലേഖ നിങ്ങൾക്ക് നൽകിക്കൂടെ? ഒരു ഇസ്ലാമികമായ ആദർശത്തെക്കുറിച്ച് ഒരല്പനേരം ഇരുന്ന് സംസാരിച്ചുകൂടെ? അതല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നില്ല, ക്യാമ്പസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ വീട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ഒരു സൗകര്യം ഒരുക്കിയിട്ട് അവിടേക്ക് നിങ്ങൾ 1 2 3 ആളുകളുടെ എണ്ണമല്ല പ്രശ്നം, നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. അങ്ങനെ ഒരു പ്രത്യേകമായ ദഅ്വാ രീതിയിലേക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ, ഏതൊക്കെ ക്യാമ്പസിന്റെ പ്രതിനിധികളാണോ നിങ്ങളെങ്കിൽ ആ ക്യാമ്പസുകളിൽ പോയി നാളത്തെ പ്രഭാതം മുതൽ അത് ആരംഭിക്കണം. അവിടെയാണ് നമ്മുടെ ഇസ്സത്ത്, അവിടെയാണ് റബ്ബിന്റെ സഹായം. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറാണോ? യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. അല്ലാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ദീനിന്റെ പ്രചരണമാണ്. അവന്റെ ദീനിന്റെ കലിമത്ത് രാജ്യത്ത് ഉയർന്നു നിൽക്കണം. അധാർമികൾക്കെതിരെ പോരാടുവാൻ, അധാർമികതകൾക്കെതിരെ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പടനയിക്കുവാനുള്ള എന്റെ പുറപ്പാട് അള്ളാഹുവിന്റെ സഹായം എനിക്ക് ലഭ്യമാകുവാനുള്ള മാർഗമാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീന് സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് അവൻ ധൈര്യം പകരും. അങ്ങനെ നിങ്ങൾ ക്യാമ്പസുകളിൽ അങ്ങനെ ചെറിയ ചെറിയ കൈനാളങ്ങൾ നിങ്ങൾ കത്തിച്ചു വെക്കുമ്പോ അതങ്ങ് പടരും. ആ പ്രകാശം പിന്നെ അങ്ങ് പരക്കും. ഇരുളുകളെ ഭേദിച്ചുകൊണ്ടത് മുന്നോട്ട് പോകും. 1 2 ആളുകൾ ഉണ്ടായിരുന്നത് 10 15 മാറും. ഒരു പ്രോഫ്കോൺ വരുന്ന സമയത്ത് മാത്രമല്ല, നിരന്തരമായി ഈ ഒരു രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇൻഷാ അല്ലാഹ് വലിയ വിജയവും മാറ്റവും അവിടെ പ്രകടമാകും, ഉറപ്പാണ്. അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അതിൽ ഒരു സംശയവും പ്രിയമുള്ളവരെ നമുക്ക് വേണ്ട. അവിടെയൊക്കെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. കാരണം എന്താണെന്നറിയോ? ഏറ്റവും വലിയ പരിഹാസങ്ങൾക്കിടയിലേക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കയറി ചെല്ലുന്നത്. നിങ്ങളെ പരിഹസിക്കുന്നു, നിങ്ങളുടെ താടി, നിങ്ങളുടെ പാൻസ്, നിങ്ങളുടെ വേഷവിധാനം. നിങ്ങളിങ്ങനെ സുബഹിക്കും അതുപോലെ തന്നെ മഗ്രിബിനുമൊക്കെ ഇരുന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്ന നിലക്ക് ദിക്ർ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. മറ്റുള്ളവരൊക്കെ ലഹരിയിലും സിറിഞ്ചിലും മയക്കുമരുന്നിലും അതുപോലെ തന്നെ അഭ്രവാളികളിലും അതുപോലെ തന്നെ നീല ദൃശ്യങ്ങളിലും മോശപ്പെട്ട എല്ലാ രംഗങ്ങളിലും കിടന്നുകൊണ്ട് അവരുടേതായ ജീവിതത്തെ ലക്കും ലഗാനുമില്ലാതെ തകർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ഞാൻ എന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായിട്ട് നമ്മൾ പിടിച്ചു നിന്നാൽ അതാണ് ഏറ്റവും വലിയ ജിഹാദ്. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ജിഹാദാണത്.
അതുകൊണ്ട് തളരാതെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, രൂക്ഷമായി നോക്കുന്നവർ നോക്കട്ടെ, അധിക്ഷേപിക്കുന്നവർ അധിക്ഷേപിക്കട്ടെ, ഞാൻ എന്റെ ഡ്യൂട്ടി തുടരുമെന്ന കൃത്യമായ ബോധമാണ് പ്രിയമുള്ളവരെ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെ ഈ പഠിച്ചത് പ്രവർത്തികമാക്കാനുള്ള, പ്രാവർത്തികമാക്കി കൊണ്ടുവരാനുള്ള, പ്രയോഗരംഗത്ത് നടപ്പിൽ വരുത്തുവാനുള്ള ഏറ്റവും വലിയ ഗോതയിലേക്ക്, പരിശീലന രംഗത്തേക്കാണ്, പ്രായോഗിക ഭൂമികയിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരികയാണ്. ഗുരുനാഥന്മാരോടുള്ള ബഹുമാനം, ഏത് മതത്തിൽപ്പെട്ട ഗുരുനാഥനാവട്ടെ, അയാൾ എനിക്ക് വിദ്യ പകർന്നു തരുന്ന ഗുരുനാഥനാണ്. ഒരു വിനീത ഭാവം, ഒരു നല്ല പെരുമാറ്റം, കൂടെ പഠിക്കുന്നവരോടുള്ള സ്വാതന്ത്ര്യം, കെട്ട രൂപത്തിലുള്ള പെരുമാറ്റങ്ങളിൽ നിന്ന് ഒരു മാറി നിൽക്കൽ. സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചേടത്തെ ഞാൻ നിർവഹിക്കൂ. എന്റെ കൂടെ പഠിക്കുന്നവൻ, എന്റെ കൂടെ പഠിക്കുന്നവൾ, അവരുടെ ശരീരം, അതിനോട് എത്ര അകലം പാലിക്കണം എന്നുള്ളത് എനിക്ക് നിയമമുണ്ട്. അനർഹമായ ഒരു സ്ഥലത്തേക്ക്, അർഹതപ്പെട്ടതല്ലാത്തതിലേക്ക് എന്റെ ഒരു വിരൽ സ്പർശിക്കുന്നത്, എന്റെ കൈ തൊടുന്നതിനേക്കാൾ നല്ലത് വലിയ ആണിയെടുത്ത്, ഇരുമ്പാണിയെടുത്തുകൊണ്ട് തലയിൽ അടിച്ചു കയറ്റലാണ് അതിനേക്കാൾ നല്ലതെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തനിക്കൊരിക്കലും വിഹിതമല്ലാത്ത ഒരു അന്യ സ്ത്രീയുടെ ബോഡിയിൽ തന്റെ കൈവെക്കുന്നത്, തന്റെ തലയിൽ ഒരു ഇരുമ്പാണി അടിച്ച് താഴ്ത്തലാണ് അതിനേക്കാൾ നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവമാണ് പ്രിയമുള്ളവരെ അത്. അതുകൊണ്ട് ഇടപഴക്കങ്ങളിൽ ഞാനൊരു മുസ്ലിമാണ്, പെരുമാറ്റങ്ങളിൽ ഞാനൊരു മുസ്ലിമാണ്, കൂടിച്ചേരലുകളിൽ ഞാനൊരു മുസ്ലിമാണ്, സംസ്കാരത്തിൽ ഞാനൊരു മുസ്ലിമാണ്, മറ്റുള്ളവരുടെ ആഘോഷ തിമർപ്പുകൾക്കിടയിൽ ഞാനൊരു മുസ്ലിമാണ്, മറ്റുള്ളവരുടെ വേഷവിധാനങ്ങൾക്ക് നടുവിൽ ഞാനൊരു മുസ്ലിമാണ്. എല്ലാ രംഗത്തും മുസ്ലിമാണെന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പോയാലേ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. അത്തരം ഘട്ടങ്ങളിൽ തീർച്ചയായും പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ആ വിഷയത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ടതില്ല, ലവലേശം ശങ്കിക്കേണ്ടതില്ല. ആ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെയാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. ആ നിലക്ക് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഒരു അഴിച്ചുപണിക്ക് ഞാൻ സന്നദ്ധനാണ് റബ്ബേ എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം നിലനിർത്തി കിട്ടുവാൻ വേണ്ടി റബ്ബിനോട് മനസ്സ് പൊട്ടിക്കൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, സുബഹിയുടെ സമയത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക, ഉളൂവെടുക്കുക. ആ നേരത്ത് ഉണരുമ്പോ, നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ പുറത്തു തരണേ. അതല്ല, ഏത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുവോ ഉസ്തുജീബ ലഹു, അവന് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുന്ന നേരമാണ്. പഠനത്തിൽ വിജയിക്കണം, ജീവിതത്തിൽ ശാന്തി വേണം. പല തിന്മകളിലും പെട്ടുപോയിട്ടുണ്ട്, നിസ്സഹായാവസ്ഥയിലാണ്, രക്ഷപ്പെടാൻ മാർഗം കാണുന്നില്ല. അല്ലാഹു രക്ഷപ്പെടുത്തും, അല്ലാഹു രക്ഷപ്പെടുത്തും. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവന് അല്ലാഹ് പുറത്തു കടക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കും. നിരാശപ്പെടേണ്ടതില്ല. ഞാനൊരു കുടുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്, പുറത്തു പോകാൻ കഴിയുന്നില്ല, എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, പുറത്തുപോയാൽ, പിന്മാറിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുകയാണ്, അവൻ ഭീഷണിപ്പെടുത്തുകയാണ്. പതറിപ്പോകരുത്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹ് തരും പുറത്തു കടക്കാനുള്ള വഴി, അല്ലാഹ് തരും പുറത്തു കടക്കാനുള്ള വഴി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൃത്യമായി തന്നെ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല ഇല്ലാ ബദ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു. അതിന്റെ ആശയം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏ സഹോദരാ, ഇന്നക ലൻ തദഅ ശൈഅ, നീ ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കുന്നുവെങ്കിൽ, നീ ലഹരി നുണയുന്നില്ല, നീ അവിഹിതമായി സെക്സ് ആസ്വദിക്കുന്നില്ല, വേണ്ടാത്ത പ്രവർത്തനങ്ങളിലേക്ക് നോക്കുന്നില്ല, നീ ഒന്നിലും പങ്കെടുക്കുന്നില്ല, മോശത്തരമായ കാര്യങ്ങളൊക്കെ നീ ഒഴിവാക്കുന്നു. ആർക്ക് വേണ്ടി? ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു പ്രവൃത്തി ഒഴിവാക്കുകയാണെങ്കിൽ
ഇല്ലാ ബദ്ദലകല്ലാഹു ബിഹി, അല്ലാഹു നിനക്കതിന് പകരം നൽകും. മാ ഹുവ ഖൈറുൻ ലക മിൻഹു, നീ ഏതൊന്ന് റബ്ബിന് വേണ്ടി സഹിച്ചുവോ ക്ഷമിച്ചുവോ അതിനേക്കാൾ മെച്ചപ്പെട്ടത് അല്ലാഹു നിനക്ക് പകരം നൽകും. ദുനിയാവിന്റെ ലഹരി ഒഴിവാക്കിയവരെ, ആഖിറത്തിൽ കുടിച്ചാൽ യാതൊരു രൂപത്തിലുള്ള വിഷമങ്ങളുമില്ലാത്ത അതേ സ്വർഗീയമായ മദ്യം കാത്തു നിൽക്കുകയാണ്. ദുനിയാവിലെ തരുണികളുടെ മുഖത്തേക്ക് നോക്കാതെ പിടിച്ചു നിൽക്കുവാൻ, ദുനിയാവിലെ തരുണികൾ മാടി വിളിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തുന്നവരെ, ആഖിറത്തിൽ ഹൂറുൽ ഈൻ കംസാലിൽ ലുലുൽ മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട ചിപ്പികളിലെ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുമണികൾക്ക് സമാനമായ സ്വർഗീയ തരുണികൾ കാത്തിരിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി ഇവിടെ എന്തൊഴിവാക്കുന്നുവോ അതിനേക്കാൾ ഖൈർ അല്ലാഹു ഓഫർ ചെയ്യുകയാണ്. ആ ഓഫറിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ നമുക്ക്? റബ്ബിന് വേണ്ടി തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള കരുത്തുണ്ടോ നമുക്ക്? പകരം അല്ലാഹു ദുനിയാവിലും തരും, ആഖിറത്തിൽ അത്യുന്നതമായത് വേറെയും തരും. ആ അടിയുറച്ച വിശ്വാസം, അതിലാണ് നമ്മുടെ ഖൈർ കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ സുദീർഘമായി ദീർഘിപ്പിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. എല്ലാവരും വളരെ ക്ഷീണിതരാണ്. പക്ഷേ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ഒരു പ്രോഫ്കോണിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലരും നമ്മുടെ കൂടെ ഇല്ല, പലരും അവരുടെ ഖബറുകളിൽ എത്തിക്കഴിഞ്ഞു. ഈ ഒരു വർഷത്തിനിടക്ക് പലരും രോഗികളായിട്ടുണ്ട്, ഇവിടെ വരാൻ കഴിയാത്തവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെ സ്ഥിതി എന്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു തീരുമാനം, റബ്ബേ നിന്റെ ദീന് കേൾക്കാനാ ഞങ്ങൾ വന്നത്, അത് കേട്ടു ഞങ്ങളെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ ജീവിക്കുന്ന തിന്മയുടെ കൂത്തരങ്ങിന്റെ കേന്ദ്രങ്ങളിലും ഞങ്ങളത് പ്രചരിപ്പിക്കാൻ നീ തൗഫീക്ക് തരണേ എന്ന പ്രാർത്ഥനയും ആ പ്രാർത്ഥനക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് ക്യാമ്പസുകളിലൂടെ നിങ്ങളുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളും അതിനുവേണ്ട ഗൈഡൻസുകളും നിങ്ങൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള കിറ്റുകളിൽ നിറയെ സീഡികളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളുണ്ട്, മലയാളത്തിലും അതുപോലെയുള്ള സീഡികളും എല്ലാം ഉണ്ട്. നമ്മുടേതായ ദിശകൾ എങ്ങോട്ട് പോകണമെന്ന കൃത്യമായ ഗൈഡൻസ് നൽകപ്പെടുന്ന നിലക്കുള്ള പുസ്തകങ്ങളും സീഡികളുമാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളത് കേൾക്കണം, കേൾപ്പിക്കണം, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ക്യാമ്പസുകളിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവട്ടെ. എന്തിനു വേണ്ടി? തിന്മകൾ പ്രചരിപ്പിക്കാനല്ല. വിശുദ്ധ ഖുർആനിന്റെ ഒരു സന്ദേശം ആ ഗ്രൂപ്പിലേക്ക് പോകട്ടെ, ഹദീസുകളുടെ ഒരു സന്ദേശം ആ ഗ്രൂപ്പുകളിലേക്ക് പോകട്ടെ, ഇസ്ലാമികമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് ആ ഗ്രൂപ്പുകളിലേക്ക് പോകട്ടെ. ആവുന്നത് ചെയ്യുക. ഒന്നും ചെയ്യാനാവില്ല എനിക്ക് എന്ന് പകച്ചു നിൽക്കാതെ ഈ കൂരിരുട്ടിനിടയിലും ഒരു ചെറിയ മെഴുകുതിരിയെങ്കിലും കത്തിച്ചുയർത്തിപ്പിടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ലേ? സാധിക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ മേഖലയിലേക്കുള്ള ശക്തമായ ചുവടുവെപ്പിനുള്ള തീരുമാനങ്ങളിൽ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. ഏത് ഘട്ടങ്ങളിലും നമുക്കതാണ് നമ്മുടെ കൈമുതലായിട്ടുള്ളത്. നമ്മളിപ്പോ പിരിഞ്ഞു പോകുമ്പോഴും പ്രാർത്ഥിക്കുന്നത് അതല്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ ഹാദാ സഫർ അൽ ബിർറ വത്തഖ്വ ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന, എല്ലാവരും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം അവരുടെ യാത്രകൾക്ക് തുടക്കം കുറിക്കേണ്ടത്. റബ്ബേ, ഈ യാത്രയിൽ നീ എനിക്ക് ശാന്തി തരണം. നീയാണ് എന്റെ കൂട്ടിനുള്ളത്, നീയാണ് എനിക്ക് സമാധാനം തരേണ്ടത്. നിന്നിലാണ് ഞാൻ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിട്ടുള്ളത്. മടങ്ങിപ്പോകുന്ന വേളയിൽ അവരവരുടെ ക്യാമ്പസുകൾക്ക് സമീപത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോ റബ്ബിനോട് വീണ്ടും പറയുക, ആയിബൂൻ തായിബൂൻ ആബിദൂൻ ലിറബ്ബിനാ ഹാമിദൂൻ. അല്ലാഹുവേ, പശ്ചാത്തപിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുന്നത്. പലതും ചെയ്തിട്ട് പ്രോഫ്കോണിന്റെ വേദിയിൽ പോയവനാ ഞാൻ. പലതും ആസ്വദിച്ചുകൊണ്ട് പ്രോഫ്കോണിന്റെ വേദികളിൽ കഴിച്ചുകൂട്ടിയവനാണ് ഞാൻ. ഒരുപാട് മോശമായ ജീവിതങ്ങളിൽ കഴിച്ചുകൂട്ടിയവനാണ് ഞാൻ. റബ്ബേ, എനിക്ക് പകർന്നു നൽകപ്പെട്ട വൈജ്ഞാനിക സദസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വിജ്ഞാനത്തിന്റെ ആ മുത്തുകൾ എന്നെ പഠിപ്പിച്ചു. മടങ്ങിക്കോ, നിനക്ക് മാർഗമുണ്ടെന്ന്. പശ്ചാത്തപിച്ചോ, റബ്ബ് സ്വീകരിക്കുമെന്ന്
ആശ എനിക്ക് നൽകിയിട്ടുണ്ട്. ആയിബൂൻ റബ്ബേ, ഇതാ പശ്ചാത്തപിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങി വരുന്നു. ആയിബൂൻ, തായിബൂൻ, ആബിദൂൻ, കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു ഉജ്ജ്വലനായ മുസ്ലിമായിക്കൊണ്ട്, ഇബാദത്ത് കൃത്യമായി ഏത് സാഹചര്യങ്ങളിലും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ആബിദായിക്കൊണ്ട് ഞാൻ മടങ്ങി വരികയാണ്. സർവോപരി ലി റബ്ബിനാ ഹാമിദൂൻ, ഞങ്ങളുടെ റബ്ബിന് 1000 സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ മടങ്ങി വരികയാണ്. അള്ളാഹുവിനെ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു മടങ്ങിപ്പോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രകൾ കഴിഞ്ഞ് മദീനയോട് അടുക്കും തോറും, എവിടെ നിന്ന് പുറപ്പെട്ടുവോ പുറപ്പെട്ട സ്ഥലത്തേക്ക് അടുക്കും തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറഞ്ഞിരുന്നു: ആയിബൂൻ, തായിബൂൻ, ആബിദൂൻ, ലി റബ്ബിനാ ഹാമിദൂൻ എന്നുള്ള പ്രഖ്യാപനം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതൊരു വല്ലാത്ത ദിശാബോധമാണ്, വല്ലാത്തൊരു കരുത്താണ് ആ ദുആ പകരുന്നത്. ഞാനത് പറഞ്ഞുകൊണ്ട് അത് പ്രകാശം കിടക്കുന്ന പ്രകാശ ഗോപുരങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏത് രംഗത്ത് നിന്ന് നമ്മെ പിടിച്ചു വലിക്കാൻ ആരൊക്കെ വന്നാലും ഇല്ല, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഉറച്ചു നിൽക്കും എന്ന പ്രഖ്യാപനത്തോടെ സബാത്തിനും ഇസ്തിഖാമത്തിനും വേണ്ടി അല്ലാഹുമ്മ സബ്ബിത്നി എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആയിരങ്ങളുണ്ട്. ക്യാമ്പസുകളിൽ കയറിച്ചെന്നും അല്ലാതെയും ഉറക്കമിളച്ചുകൊണ്ടും സേവനങ്ങൾ സമർപ്പിച്ചുകൊണ്ടും പോയി ക്ഷണിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇമെയിൽ അയച്ചുകൊണ്ടും വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടുമൊക്കെ പല രൂപത്തിലുള്ള കാര്യങ്ങളിലൂടെ ഈ വലിയ ആയിരങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടുവാൻ പാടുപെട്ട സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മുഖേന ഒരാളെങ്കിലും ഖൈറിലായെങ്കിൽ ഈ ലോകത്ത് നേടുന്ന ഏറ്റവും വലിയ സമ്പാദ്യത്തെക്കാളും അതാണ് വലുതെന്ന് പഠിപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു വചനം നമുക്കെപ്പോഴും ആവേശമാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ ആവേശം ആ ഒരു വാചകമാവട്ടെ എന്ന് നമ്മുടെ മനസ്സിൽ എന്നോടെന്ന പോലെ നിങ്ങളോടും എളിയ രൂപത്തിൽ, വിനീതമായ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതിഫലം അല്ലാഹുവാണ് തരേണ്ടത്. ഇഖ്ലാസ് ഒരിക്കലും